Good morning to all. നമ്മുടെ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4 ക്ലാസ്സുകൾ നമ്മൾ ഇതുവരെ ഡിസ്കഷൻ നടത്തിയിരുന്നു. അപ്പോൾ കോൺസ്റ്റൻറ്റ് പെർട്ടർബേഷനും അതുപോലെ തന്നെ ഹാർമോണിക് പെർട്ടർബേഷനും വരുന്ന കേസുകളാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ടൊരു എക്സാമ്പിളാണ് നമ്മളിതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോബ്ലം ആദ്യമായിട്ട് നമ്മൾ സോൾവ് ചെയ്യുകയാണ്. So a particle which is initially, അതായത് t equal to 0 എന്ന് പറയുന്ന ഇനീഷ്യൽ ടൈമിൽ it is in the ground state of an infinite one-dimensional potential box with walls at x is equal to 0 and x is equal to a. അതായത് നമുക്ക് വൺ ഡയമെൻഷണൽ ഇൻഫിനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ല് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് പ്രോബ്ലം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു സപ്പോസ് നമ്മളൊരു പൊട്ടൻഷ്യൽ വെല്ല് കൺസിഡർ ചെയ്യുന്നു. ആ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0യും എക്സ് ഇസ് ഈക്വൽ ടു എയും ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ എ ലെങ്ത് വരുന്ന ഒരു ബോക്സ് കൺസിഡർ ചെയ്യുന്നു. ബൗണ്ടറി എക്സ് ഇസ് ഈക്വൽ ടു 0യും എക്സ് ഇസ് ഈക്വൽ ടു എയും ആണ്. ഒരു ഇൻഫൈനൈറ്റ് വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ബോക്സ്. ഓക്കെ, ഇനി അങ്ങനെയുള്ള ഒരു പൊട്ടൻഷ്യൽ ബോക്സിലേക്ക് ഈ സബ്ജക്റ്റഡ് ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി ടു എ പെർട്ടർബേഷൻ വി ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് ടി ബൈ ടോ. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഒരു പെർട്ടർബേഷൻ ഈ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ പെർട്ടർബിംഗ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഒരു ടൈം ഡിപ്പെൻഡൻറ്റ് പൊട്ടൻഷ്യലാണ് വി ഓഫ് ടി എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് ടി ബൈ ടോ എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ടു ഫസ്റ്റ് ഓർഡർ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ ഇറ്റ്സ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന പൊട്ടൻഷ്യൽ ബോക്സിൽ ഇനീഷ്യലി ഈ പറഞ്ഞ സിസ്റ്റം എവിടെയാണ്? ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇനീഷ്യൽ ടൈമിൽ ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണുള്ളത്. അത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓർഡർ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ്റെ എക്സ്പ്രഷനൊക്കെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഒരു എം മാസുള്ള പാർട്ടിക്കിൾ ഒരു എ വിട്ടുള്ള പൊട്ടൻഷ്യൽ ബോക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇത് നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിൽ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ വൺ ഡയമെൻഷണൽ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പാർട്ടിക്കിളിൻ്റെ ബോക്സ് പ്രോബ്ലം വെച്ചിട്ടാണ്. അവിടെ നിങ്ങൾ ഇത്തരത്തിൽ, അതായത് ഒരു എ വിട്ട് വരുന്ന ഒരു ബോക്സിൽ ഒരു ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലിൽ കൂടി ഒരു പാർട്ടിക്കിൾ എം മാസുള്ള ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്താൽ അതിൻ്റെ എനർജി ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എൻ സ്ക്വയർ പൈ സ്ക്വയർ എച്ച് ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m² ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിനി അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം അത് ഓൾറെഡി നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഓക്കെ, സോ ഈ എനർജി എന്താണ്? എം മാസുള്ള ഒരു പാർട്ടിക്കിൾ എക്സ് ഇസ് ഈക്വൽ ടു 0 എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന ബൗണ്ടറി വരുന്ന എ വിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ വെല്ലിനുള്ളിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ഈ കിട്ടിയ എക്സ്പ്രഷനാണ്. എൻ സ്ക്വയർ പൈ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m² ആണ്. where m is the mass of the particle and a is the width of the box. Now അതിൻ്റെ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും? അങ്ങനെയുള്ള പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2/a ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എ ആണ്. ഓക്കെ, എൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിഫറെൻറ്റ് ലെവലുകളാണ്. എൻ ഈക്വൽ ടു 1 ആണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്, എൻ ഈക്വൽ ടു 2 ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, എൻ ഈക്വൽ ടു 3 സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ കിട്ടും. എന്നിന് 2 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷൻ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിൻ്റെ വേണമെങ്കിലും വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കാണേണ്ടത് എവിടെയാണ്? എൻ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എൻ ഈക്വൽ ടു 2 എന്ന് പറയുന്ന എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോഴുള്ള പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ട്രാൻസിഷൻ പ്രോബബിലിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം ഈ എക്സ്പ്രഷൻ, കാരണം നമുക്ക് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. സോ യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ് എക്സ്പ്രഷൻ ഓഫ് ദ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ ആസ് PIF is equal to modulus of minus I by h bar into integral 0 to t psi f v of t dash psi I into e raised to I omega fi t dash dt dash mod square. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ട്രാൻസിഷൻ പ്രോബബിലിറ്റിയുടെ എക്സ്പ്രഷൻ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ എക്സ്പ്രഷൻ അനുസരിച്ച് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഐയിൽ നിന്നും ഒരു ഫൈനൽ സ്റ്റേറ്റ് എഫിലേക്ക് ട്രാൻസിഷൻ നടക്കാനുള്ള പ്രോബബിലിറ്റിയാണ്. അത് കാണണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? സൈ എഫ്, അതായത് ആ ഫൈനൽ സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷൻ, സൈ ഐ ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷൻ, വി ഓഫ് ടി ഡാഷ് അപ്ലൈ ചെയ്യുന്ന പെർട്ടർബിംഗ് പൊട്ടൻഷ്യൽ,
ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ n=1 നിന്നും n=2 ട്രാൻസിഷൻ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് n=1 ആണ്, ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് n=2 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വേവ് ഫംഗ്ഷൻ എന്ത് വരും? വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ψ2 എന്നെടുക്കാം, ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷൻ ψ1 എടുക്കാം. ψ1ഉം ψ2ഉം നിങ്ങൾക്ക് ഈ എക്സ്പ്രഷനകത്ത് n-ന് 1ഉം 2ഉം കൊടുത്തു കഴിഞ്ഞാൽ ψ1ഉം ψ2ഉം കിട്ടും. v(t) ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, അത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് P12, ഇനീഷ്യൽ സ്റ്റേറ്റ് 1ഉം ഫൈനൽ സ്റ്റേറ്റ് 2 ആയതുകൊണ്ട് P12 -i/h മോഡുലസിനുള്ളത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1/h² വരും. ബാക്കി മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ നമ്മൾ ടൈം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? 0 to ഇൻഫിനിറ്റിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 0 ≤ t ≤ ഇൻഫിനിറ്റിയിലാണ് നമ്മൾ ഈ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി എടുത്തു. ψ2 v(t) നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് t' ടേമിലല്ല v(t) ആണ്. സോ നമ്മൾ ഈ എക്സ്പ്രഷനെ t' മാറ്റി പകരം t-യിലേക്ക് മാറ്റുന്നു. നമുക്ക് ഈ എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടും. നൗ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കൊടുക്കുന്നു. അതായത് v(t) എത്രയാണ്? ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് x² e⁻t/τ ആണ്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ പെർട്ടർബിംഗ് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ ഇങ്ങനെ മാറും. നൗ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം നമ്മുടെ ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ടി അല്ലാത്തതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ 1/h² ഓൾറെഡി പുറത്തുണ്ട്. ഈ ψ2ഉം x² ψ1 ഇത്രയും ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം? മോഡുലസ് ഓഫ് ψ2 x² ψ1² നമ്മൾ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുത്തു. ഓക്കെ, അതും ഇവിടെ മോഡുലസ് സ്ക്വയർ ഉണ്ട്. നൗ ബാക്കിയുള്ളത് മോഡുലസ് സ്ക്വയർ ഇൻ്റഗ്രൽ ടേം എന്ന് പറഞ്ഞാൽ e⁻t/τ e⁻i⁻21t dt. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഈ എക്സ്പ്രഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. അതായത് നമ്മളിവിടെ ചെയ്തത് വേറൊന്നുമില്ല, ടി ഇല്ലാത്ത ടേമിനെയൊക്കെ നമ്മൾ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുത്തു എന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. നൗ ഇതിനെ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് 1/h² ഇൻറ്റു മോഡുലസ് ഓഫ് ψ2 x² ψ1². ആദ്യത്തെ ടേം അതേപോലെ എഴുതി. രണ്ടാമത്തെ ടേമിലേക്ക് വരുമ്പോൾ ഇതിനെ e⁻t/τ ഇൻറ്റു e⁻i⁻21t ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് a⁻m ഇൻറ്റു a⁻n a⁻m+n എഴുതുന്ന പോലെ മൈനസ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ t/τ -i⁻21 എന്ന് വരും. ആ ടിയും കൂടി നമ്മളിവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. സോ e⁻1/τ -i⁻21 ഇൻറ്റു t dt എന്ന് വരും. അപ്പോൾ അതിൻ്റെ മോഡ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അതായത് ഈ ψ2 x² മോഡുലസ് ഓഫ് ψ2 x² ψ1² എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അതേപോലെ ഈ ഇൻ്റഗ്രൽ ടേം എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഇത് രണ്ടും ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കിട്ടുന്ന വാല്യൂവിനെ തിരിച്ച് ഈ എക്സ്പ്രഷൻ ഈ ഇക്വേഷൻ നമ്പർ 4ലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് P12 എത്രയാണെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഈ ψ2 x² ψ1 എന്ന് പറയുന്ന ടേം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ ഫോമിലേക്ക് വരുമ്പോൾ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to a. ഓക്കെ, ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ബോക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 0 to a ആണ്. എ വിട്ടുള്ള ബോക്സ് ആണ്. ബൗണ്ടറി x=0യും x=a ആണ്. സോ ഇൻ്റഗ്രൽ 0 to a ψ2* പിന്നെ എന്താണ് ഓപ്പറേറ്റർ x² ψ1 dx എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് sin (x) ആദ്യമേ തന്നിട്ടുണ്ടല്ലോ, √2/a sin nπx/a എന്ന്. അപ്പോൾ ψ2 കാണണമെങ്കിൽ n-ന് 2 കൊടുക്കുക. അപ്പോൾ നമുക്ക് √2/a sin 2πx/a കിട്ടും. ഇവിടെ നടുക്ക് ഓപ്പറേറ്റർ x² ഉണ്ട്. n=1 കൊടുത്തു കഴിഞ്ഞാൽ sin(1) കിട്ടും. അത് √2/a sin πx/a dx എന്ന് വരും. അപ്പോൾ നമുക്ക് ഇത് എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ √2/a 2 തവണയുണ്ട്, അതിനെ നമ്മൾ ഇൻ്റഗ്രലിനെ പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ 0 to a x² sin 2πx/a ഇൻറ്റു sin πx/a dx എന്ന് വരും. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ഇപ്പോൾ ഈ sin 2πx/a ഇൻറ്റു sin πx/a ഇത് പ്രോഡക്റ്റ് ആയിട്ടുള്ളതല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, cos a minus b minus cos a plus b. ഓക്കെ, cos a minus b minus cos a plus b എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 sin a sin b എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഓർ sin a sin b എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇത് നോക്കി ഈ എക്സ്പ്രഷൻ നോക്കി sin a, ഇതിനെ ഞാൻ മൊത്തത്തിൽ a എന്ന് വിളിച്ചാൽ sin a sin b ആണ്. sin a sin b എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/2 ഇൻറ്റു cos a minus b minus cos a plus b. ഓക്കെ, 1/2 ഇൻറ്റു
1/2 മൊത്തത്തിലാണ് 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. കാരണം ഇത് സിമ്പിളാണ്. കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കോസ് എ പ്ലസ് ബി അറിയാം. ഓക്കെ, അപ്പോൾ അതിനെ നിങ്ങൾ കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എ കോസ് ബി പ്ലസ് സൈൻ ബി ആണ്. കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ കോസ് ബി മൈനസ് സൈൻ ബി ആണ്. അപ്പോൾ നമ്മളിത് എടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സ്പ്രഷനിലേക്ക് എത്തും. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ. ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തതാണ് സൈൻ എ ഇൻറ്റു സൈൻ ബി എന്ന് പറഞ്ഞാൽ അത് 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ആണ്. അപ്പോൾ നമ്മൾ അത് ഉപയോഗിച്ച് ഈ സൈൻ 2πx/a ഇൻറ്റു സൈൻ πx/a നമ്മൾ എങ്ങനെ എഴുതുന്നു? 1/2 ഇൻറ്റു കോസ് ഓഫ് ദിസ് എ മൈനസ് ബി, അതായത് 2πx/a മൈനസ് πx/a മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി 2πx/a പ്ലസ് πx/a dx എന്ന് വരും. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് പ്രോഡക്റ്റിനെ മാറ്റി നമ്മൾ സമ്മിൻ്റെ ടേംസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? 2 ഇൻ്റഗ്രലാക്കി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇങ്ങനെ കിട്ടും 1/a ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു a ഫസ്റ്റ് ടൈം x² cos πx/a dx മൈനസ് 1/a ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു a x² cos 3πx/a dx എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്കിവിടെ 2 ഇൻ്റഗ്രൽ കിട്ടി. ഇനി നമുക്കിതിൽ ഓരോ ഇൻ്റഗ്രലും നമുക്ക് എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു ജനറൽ ഇക്വേഷൻ എടുക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കി അറിയാം, ഇവിടെ x² cos πx/a ഉണ്ട്, ഇവിടെ x² cos 3πx/a ഉണ്ട്. അപ്പോൾ നമ്മളൊരു ജനറൽ ഇക്വേഷൻ ഇൻ്റഗ്രൽ 0 ടു a x² cos n πx/a എന്താണ് നമ്മൾ ആദ്യം നോക്കുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഇതിനെ പ്രോഡക്റ്റ് റൂൾ, ഇത് ഇപ്പോൾ x²ൻ്റെ ഒരു ഓൾജിബ്രായിക് ഫംഗ്ഷൻ്റെ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ കൂടെ പ്രോഡക്റ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. പ്രോഡക്റ്റ് റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ ഏതെടുക്കും? നമുക്ക് ഹൈലൈറ്റ് റൂൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു ആൾജിബ്രായിക് ഫംഗ്ഷനും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനും കൂടെ വന്നാൽ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് നമ്മൾ ഓൾജിബ്രായിക് ഫംഗ്ഷൻ എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ഞാൻ x² എടുക്കും. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് n πx/a ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ n πx/a ഇൻറ്റു a/n π ലിമിറ്റ് 0 ടു a കൊടുത്തു മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് x² ഡെറിവേറ്റീവ് 2x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ വീണ്ടും സൈൻ n πx/a ഇൻറ്റു a/n π dx വരും. ഓക്കെ, നൗ ഈ ടേം നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത്, അതിൽ ഈ ഫസ്റ്റ് ടേം ഉണ്ടല്ലോ, ഇത് ഈ ഫസ്റ്റ് ടേം നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്തത് 0 ആയി പോകും. കാരണം ലിമിറ്റ് 0 ടു a ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് n/a ഡിവൈഡഡ് ബൈ a എന്ന് വെച്ചാൽ സൈൻ n/π വരും. സൈൻ n/π എന്ന് പറയുന്നത് 0 ആണ്. അതേപോലെ ലോവർ ലിമിറ്റ് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 0 വരും, അതും 0 ആണ്. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ ടേം എന്തായി പോകും? ദിസ് വിൽ ബിക്കം 0. പിന്നെ നമുക്ക് ഈ ഒരു ടേമേ ഉള്ളൂ. അപ്പോൾ അതെന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒരു a/n/യും ഇവിടെ 2 ഉണ്ട്, അതിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ മൈനസ് 2a/n/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു a എക്സ് സൈൻ n/πx/a dx എന്ന് വരും. ഇനി നമുക്ക് അത് എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യണം. നൗ അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മൈനസ് 2a/n/π ഉണ്ട്, അകത്ത് എക്സ് സൈൻ n/πx/a ആണ്. അതിനെ വീണ്ടും പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എക്സിനെ എടുക്കുക, സൈൻ n/πx/a സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ മൈനസ് 2a/n/π പുറത്തുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ n/πx/a ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് കോസ് n/πx/a ഇൻറ്റു a/n/π ലിമിറ്റ് 0 ടു a കൊടുത്തു. വീണ്ടും നമ്മൾ അടുത്ത നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് 2a/n/π ഇൻറ്റു, അതായത് സെക്കൻഡ് ടേം വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താണ് 0 ടു a ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് വെച്ചാൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വന്നു. നൗ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് കോസ് n/πx/a ഇൻറ്റു a/n/π dx എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു a/n/π ഉണ്ട്. ആ a/n/π കൂടെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പുറത്ത് ഓൾറെഡി ഒരു മൈനസ് 2a/n/π ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ഈ മൈനസും കൂടെ പ്ലസ് ആവും. 2a/n/π ഇൻറ്റു a/n/π എന്ന് പറഞ്ഞാൽ 2a²/n²π² എന്ന് വരും. ഓക്കെ, നൗ അകത്ത് എന്താ ഉള്ളത്? പിന്നെ എക്സ് കോസ് n/πx/a ഉള്ളത്, അതിൻ്റെ ലിമിറ്റ് 0 ടു a ആണ്. അപ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് a കോസ് n/π എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിന് 0 വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ എക്സ് 0 വരുമ്പോൾ സെക്കൻഡ് ടേം 0 ആയി പോകും. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ എന്ത് മാത്രം വരും? a കോസ് n/π എന്ന് മാത്രം വരും. നൗ മൈനസ് സെക്കൻഡ് ടേമിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു a/n/π ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതിനെ കൂടെ പുറത്തേക്ക് എടുത്താൽ ഈ ടേം മൈനസ് 2a²/n²π² ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു a കോസ് n/πx/a dx എന്ന് വരും. ഇനി ഈ ഇൻ്റഗ്രൽ 0 ടു a കോസ് n/πx/a dx ഇൻ്റഗ്രൽ കോസ് സൈൻ ആണ്, സൈൻ n/πx/a അതിൽ 0 ടു a കൊടുത്തു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ടേം മൊത്തം എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ടേം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു a ഉണ്ട്, ഇതിനെ കൂടെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2a³ ഡിവൈഡഡ് ബൈ n²π² ഇൻറ്റു കോസ് n/π എന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ജനറൽ ഇക്വേഷൻ ആണ്. എന്തിന് നമുക്ക് കിട്ടിയതാണ്? ഇൻ്റഗ്രൽ 0 to a x square cos n pi x by a dx ഇവാലുവേറ്റ് ചെയ്തപ്പം അതിൻ്റെ വാല്യൂ 2a cube by n square pi square cos n pi എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ 0 to x square cos pi x by a യും കാണണം, ഇൻ്റഗ്രൽ 0 to x square cos 3 pi x by a dx ഉം കാണണം. എന്ത് ചെയ്താൽ മതി? ഈ എക്സ്പ്രഷനകത്ത് n ന് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് എത്രയാണെന്ന് കിട്ടും, n ന് 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് എത്രയാണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം 1/a ഇൻറ്റു, അതായത് ഞാൻ മൊത്തത്തിൽ എടുക്കുകയാണ്, ഇവിടെ നമുക്ക് ഇങ്ങനെയാണല്ലോ ഉള്ളത്. അപ്പോൾ ആ 1/aയും കൂടെ കൂട്ടിയിട്ട് ഞാൻ എടുക്കുന്നു. ദാറ്റ് ഈസ് ഇവിടെ 1/a ഇൻറ്റു ഇൻ്റഗ്രൽ 0 to x square cos pi x by a dx എന്ന് പറഞ്ഞാൽ 1/a ഇൻറ്റു ഇവിടെ എന്ത് വരും? ഈ ടേം n ന് 1 കൊടുക്കുക. n ന് 1 കൊടുക്കുമ്പോൾ ഇത് cos pi വരും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2a ക്യൂബ്, n ന് 1 വരുമ്പോൾ 2a ക്യൂബ് ബൈ പൈ സ്ക്വയർ. സോ 1/a ഇൻറ്റു 2a ക്യൂബ് ബൈ പൈ സ്ക്വയർ ഇൻറ്റു cos pi എന്ന് വരും. അതായത് cos pi എന്ന് പറയുന്നത് നമുക്കറിയാം -1 ആണ്. എ ക്യൂബിലെ ഒരു എയും താഴത്തെ ഒരു എയും ക്യാൻസൽ ആവും, ബാക്കി നമുക്ക് -2a സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ എന്ന് കിട്ടും. ഇതേപോലെ നമുക്ക് ഒരു ഇൻ്റഗ്രലും കൂടി ഉണ്ട്. 1/a ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a x square cos 3 pi x by a dx ഉണ്ട്. അത് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് 1/a ഇൻറ്റു 2a ക്യൂബ് ബൈ 9 പൈ സ്ക്വയർ ഇൻറ്റു cos 3 pi. അതായത് നമ്മുടെ മുമ്പത്തെ എക്സ്പ്രഷനിൽ n ന് 3 കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ആ cos 3 pi എന്ന് പറയുന്നത് വീണ്ടും -1 ആണ്. അപ്പോൾ നമുക്കിത് -2a സ്ക്വയർ ബൈ 9 പൈ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രണ്ട് ഇൻ്റഗ്രലിനെ വാല്യൂ കിട്ടി. ആ രണ്ട് ഇൻ്റഗ്രലും കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് psi 2 x square psi 1 കാണാമല്ലോ, ആദ്യത്തെ വാല്യൂ മൈനസ് ഈ രണ്ടാമത്തെ വാല്യൂ എന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? psi 2 x square psi 1 എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് -2a സ്ക്വയർ ബൈ പൈ സ്ക്വയർ ആയിരുന്നു, മൈനസ് ഓഫ് രണ്ടാമത്തെ വാല്യൂ -2a സ്ക്വയർ ബൈ 9 പൈ സ്ക്വയർ ആണ്. ഇത് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് -16a സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 പൈ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ -16a സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 പൈ സ്ക്വയർ ആണ് psi 2 x square psi 1. ഇനി അപ്പോൾ നമ്മൾ psi 2 x square psi 1 കണ്ടു. നമുക്ക് എന്തായിരുന്നു കാണേണ്ടത്? നമ്മൾ ആദ്യമേ പറഞ്ഞു നമുക്ക് കാണേണ്ടത് ഇതാണ്, എന്ത്? P12 ട്രാൻസിഷൻ പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. അതാണ് നമുക്കിവിടെ ഇക്വേഷൻ 4 ഈ എക്സ്പ്രഷൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ ഈ psi 2 x square psi 1 കണ്ടു. അപ്പോൾ അതിൻ്റെ മോഡുലസ് സ്ക്വയർ എടുത്താൽ നമുക്ക് ഈ ടേം കിട്ടി. ഇനി നമുക്ക് എന്താ കാണണ്ടേ? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e റൈസ് ടു -1/τ -i omega 21 t dt. ഈ ഒരു ഇൻ്റഗ്രൽ അതിൻ്റെ മോഡ് സ്ക്വയർ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അതും കൂടെ ഇവാലുവേറ്റ് ചെയ്ത് ഈ രണ്ട് വാല്യൂം കൂടി ഇക്വേഷൻ 4ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ P12 എന്താണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇൻ്റഗ്രൽ എടുക്കുന്നു. മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ 0 to t e റൈസ് ടു -1/τ -i omega 21 t dt സ്ക്വയർ. അപ്പോൾ ഇതിനെ എനിക്ക് e റൈസ് ടു -1/τ -i omega 21 ഇൻറ്റു, ഓക്കെ, ഇതിനെ ഞാൻ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ 0 to t e റൈസ് ടു ടേമാണ്. ഇ റൈസ് ടുവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഇ റൈസ് ടു തന്നെ വരും. അതായത് ഇവിടെ ഇ റൈസ് ടു മൈനസ് ഓഫ് ഈ ടേം ഡിവൈഡഡ് ബൈ ഈ മുകളിൽ വരുന്ന ഇതിൻ്റെ മുകളിൽ വരുന്നതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ -1/τ -i omega 21 എന്ന് വരും. മോഡുലസിനകത്തായതുകൊണ്ട് നമ്മൾ ആ മൈനസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, കാരണം അത് മോഡുലസിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പ്ലസ് ആയിട്ട് തന്നെ വരും. സോ നമുക്കിവിടെ 1/τ -i omega 21 കൊണ്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നു 0 to t. ഓക്കെ, എന്നിട്ട് നമ്മൾ മോഡുലസിൻ്റെ സ്ക്വയർ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്തേ. അപ്പർ ലിമിറ്റ് ടി കൊടുക്കുമ്പോൾ നമുക്ക് ഈ ടേം അതേപോലെ കിട്ടും. ലോവർ ലിമിറ്റ് 0 കൊടുത്ത് കഴിയുമ്പോൾ ഈ ടിക്ക് പകരം 0 കൊടുത്താൽ ഇ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആവും. അതാണ് ഇവിടെ 1 വരുന്നത്. ഡിവൈഡഡ് ബൈ താഴെ 1/τ -i omega 21 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ മോഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി അതിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയേ, ഇതെന്താണ് ശരിക്കും? ഈ ഒരു ടേമിൻ്റെ മോഡുലസ് സ്ക്വയർ ആണ് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ന്യൂമറേറ്ററിൻ്റെ മോഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ മോഡ് സ്ക്വയർ എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 1/τ -i omega 21 മോഡ് സ്ക്വയറാണ്. നിങ്ങൾക്കറിയാം ഇതൊരു കോംപ്ലക്സ് നമ്പർ x - iy അല്ലെങ്കിൽ x + iy ഓക്കെ, x + iy മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസ് ഓഫ് x + iy എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് x² + y² ആണ്. അല്ലെങ്കിൽ മോഡുലസ് ഓഫ് x - iy എന്ന് പറഞ്ഞാൽ അത് സ്ക്വയർ റൂട്ട് ഓഫ് x² + -y സ്ക്വയർ എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് x² + y² തന്നെ വരും. അപ്പോൾ ഇതിപ്പോൾ ഏത് ഫോമിലാണ് ഉള്ളത്? 1/τ -i omega 21 എന്ന് പറഞ്ഞാൽ ഇതൊരു x - iy ഫോമിലാണ്. അപ്പോൾ ഇത് ശരിക്കും മോഡുലസ് ഓഫ് x - iy സ്ക്വയർ എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മോഡുലസ് തന്നെ എടുക്കുമ്പോൾ റൂട്ട് വരും, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് റൂട്ട് പോകും. ദാറ്റ് ഈസ് 1/τ² + omega 21 സ്ക്വയർ എന്ന് വരും. മേളിലെ ടേം എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇ റൈസ് ടു -1/τ ഇൻറ്റു ഇ റൈസ് ടു -i omega ഇ റൈസ് ടു -1/τ ഇൻറ്റു ടി മൈനസ് ഇ റൈസ് ടു മൈനസ് ഓഫ് മൈനസ്, അതായത് ഇ റൈസ് ടു + i omega 21 ഇൻറ്റു ടി എന്ന് വരും. അപ്പോൾ നമ്മളിതിനെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. പിന്നെ ഇപ്പുറത്ത് -1 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ മോഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ ടേം എന്ന് വരും.
ഇനി ന്യൂമറേറ്ററിനകത്തുനിന്ന് നമ്മൾ ഇ റൈസ് ടു മൈനസ് ടി മോഡുലസ് അവിടെ ഉണ്ട്, ബാക്കി ഈ ടേമിൻ്റെ ഇ റൈസ് ടു മൈനസ് ടി ബൈ ടോയെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ പുറത്തേക്ക് എടുത്താൽ പിന്നെ അകത്ത് വരുന്ന ഇ റൈസ് ടു ഐ ഒമേഗ 21 ഇൻറ്റു ടി ഉണ്ട്. ആ ഇ റൈസ് ടു ഐ ഒമേഗ 21 ഇൻറ്റു ടി ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണല്ലോ, ആ ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതുന്നു. അപ്പോൾ ഇത് കോസ് ഒമേഗ 21 ഇൻറ്റു ടി പ്ലസ് ഐ സൈൻ ഒമേഗ 21 ഇൻറ്റു ടി എന്ന് വരും. മൈനസ് 1 ടോട്ടൽ മോഡുലസ് സ്ക്വയർ വരും. താഴെ 1 ടോ സ്ക്വയർ പ്ലസ് ഒമേഗ 21 സ്ക്വയർ ഉണ്ട്. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇ റൈസ് ടു മൈനസ് ടി ബൈ ടോ എക്സ്പാൻഡ് ചെയ്യുന്നതിന് ഇ റൈസ് ടു മൈനസ് ടി ബൈ ടോ ഇൻറ്റു കോസ് ഒമേഗ 21 ഇൻറ്റു ടി പ്ലസ് രണ്ടാമത്തെ ടേം ഐ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ബൈ ടോ ഇൻറ്റു സൈൻ ഒമേഗ 21 ഇൻറ്റു ടി മൈനസ് 1 മോഡുലസ് സ്ക്വയർ എന്ന് വരും. ഡിവൈഡഡ് ബൈ 1 ടോ സ്ക്വയർ പ്ലസ് ഒമേഗ 21 സ്ക്വയർ. ഇനി ഇതിനെങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് ഫസ്റ്റ് ടേം ഇ റൈസ് ടു മൈനസ് ടി ബൈ ടോ കോസ് ഒമേഗ 21 ഇൻറ്റു ടി മൈനസ് 1. അതായത് ഈ അവസാനം കിടക്കുന്ന -1 ഉണ്ടല്ലോ, ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു എന്നേ ഉള്ളൂ. അതായത് ഈ കോസ് ടേമും -1 ടേമും കൂടെ ഒന്നിച്ച് നമ്മൾ എടുത്തത്, കാരണം അതെല്ലാം റിയൽ പാർട്ടാണ്. നിങ്ങൾ ഈ ഇവിടെ 1, 2, 3 ടേം ഉണ്ട്, അതിൽ 2 എണ്ണം റിയലും ഒരു പാർട്ട് ഇമാജിനറിയാണ്. അപ്പോൾ നമ്മൾ ആ റിയൽ ടേമുകളെ നമ്മൾ ഒന്നിച്ചെടുത്തു. നൗ പ്ലസ് ഐ വരുന്നതാണ് ഇമാജിനറി ടേം. ഐ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ബൈ ടോ സൈൻ ഒമേഗ 21 ഇൻറ്റു ടി എന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ മൊത്തത്തിൻ്റെ മോഡൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 ടോ സ്ക്വയർ പ്ലസ് ഒമേഗ 21 സ്ക്വയർ. ഇപ്പോൾ നിങ്ങൾ ന്യൂമറേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മോഡുലസ് ഓഫ് സം എക്സ് പ്ലസ് ഐ വൈ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ് അല്ലേ? എക്സ് പ്ലസ് ഐ വൈയുടെ മോഡ് സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ്. എക്സ് പ്ലസ് ഐ വൈയുടെ മോഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഈ മൊത്തം ടേമും വൈ എന്ന് പറയുന്നത് ഈ ഐ ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന ടേമുമാണ്. അപ്പോൾ അതിനെ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ മോഡുലസ് നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ ഇ റൈസ് ടു മൈനസ് ടി ബൈ ടോ ഇൻറ്റു കോസ് ഒമേഗ 21 ഇൻറ്റു ടി മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് ഇ റൈസ് ടു മൈനസ് ടി ബൈ ടോ ഇൻറ്റു സൈൻ ഒമേഗ 21 ഇൻറ്റു ടി ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ 1 ടോ സ്ക്വയർ പ്ലസ് ഒമേഗ 21 സ്ക്വയർ ഉണ്ട്. ഇനി നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്യണം. ഇതിനെ സ്ക്വയർ ചെയ്യാൻ വേണ്ടി ഇതിപ്പോൾ ഒരു എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണല്ലോ ഈ ഫസ്റ്റ് ടേം. അതായത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ടേം എന്ത് വരും? ഈ എ സ്ക്വയർ എടുക്കുന്നു. അപ്പോൾ ഇ റൈസ് ടു മൈനസ് 2t ബൈ ടോ ഇൻറ്റു കോസ് സ്ക്വയർ ഒമേഗ 21 ഇൻറ്റു ടി മൈനസ് 2ab മൈനസ് 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ബൈ ടോ കോസ് ഒമേഗ 21 ഇൻറ്റു ടി ഇൻറ്റു 1 എന്ന് വരും. ഓക്കെ, അപ്പം മൈനസ് 2ab ആയി. നൗ എന്തുണ്ട്? -1ൻ്റെ സ്ക്വയർ, അതായത് പ്ലസ് ബി സ്ക്വയർ വരുമ്പോൾ ഇവിടെ +1 വന്നു. നൗ പ്ലസ് ഈ സെക്കൻഡ് ടേമിനെ സ്ക്വയർ ചെയ്യുന്നു. അതെന്ത് വരും? ഇ റൈസ് ടു മൈനസ് 2 ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ടോ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ 21 ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ താഴെ 1 ടോ സ്ക്വയർ പ്ലസ് ഒമേഗ 21 സ്ക്വയർ എന്ന് വരും. ഇനി ഇത് നോക്കിയാൽ നിങ്ങൾ ഇവിടുത്തെ ഈ ആദ്യത്തെ ടേം നോക്കുക, അവസാനത്തെ ടേം നോക്കുക. രണ്ടും ഇ റൈസ് ടു മൈനസ് 2 ഇൻറ്റു ടി ബൈ ടോ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ഒരു ടേം കോസ് സ്ക്വയർ ഒമേഗ 21 ഇൻറ്റു ടി, അടുത്ത ടേം സൈൻ സ്ക്വയർ ഒമേഗ 21 ഇൻറ്റു ടി. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആവും. അപ്പോൾ നമുക്ക് ഇതിനെ ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഇവിടെ ഒരു 1 ഉണ്ട്. ഓക്കെ, ഈ 1നെ ഞാൻ ആദ്യം അതേപോലെ ഇവിടെ 1 എന്ന് എഴുതി. അടുത്തത് ഇ റൈസ് ടു മൈനസ് 2t ബൈ ടോയെ രണ്ട് ടേമിൽ നിന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഇ റൈസ് ടു മൈനസ് 2t ഡിവൈഡഡ് ബൈ ടോ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആയി. ഓക്കെ, ദെൻ ബാക്കിയുള്ളത് ഈ ടേമാണ് മൈനസ് 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ബൈ ടോ കോസ് ഒമേഗ 21 ഇൻറ്റു ടി എന്ന് വരും. താഴെ 1 ടോ സ്ക്വയർ പ്ലസ് ഒമേഗ 21 സ്ക്വയർ എന്ന് വരും. ഇനി നമ്മൾ ലിമിറ്റിംഗ് കേസ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റിംഗ് കേസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ പറഞ്ഞ ഹാർമോണിക് പെർട്ടർബേഷനെ കോൺസ്റ്റന്റ് പെർട്ടർബേഷനൊക്കെ കേസിൽ പറഞ്ഞിരുന്നു. വെൻ ടി ടെൻസ് ടു ഇൻഫിനിറ്റി, ടി ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ നോക്കിയേ, ഈ എക്സ്പ്രഷൻ ടി ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഈ ടേം എന്താവും? ഇ റൈസ് ടു മൈനസ് 2 ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ടോ എന്നാണല്ലോ അല്ലേ? സോ ഇ റൈസ് ടു മൈനസ് ആണ്. അപ്പോൾ ഇത് 1 ഇ റൈസ് ടു 2t ഡിവൈഡഡ് ബൈ ടോ എന്നാണ്. വെൻ ടി ടെൻസ് ടു ഇൻഫിനിറ്റി എന്താ 1 ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ഈ ടേം എന്തായി പോകും? 0 ആയി പോകും. ഇതേപോലെ ഇവിടെ ഇ റൈസ് ടു മൈനസ് ടി ബൈ ടോ ആണ്. ഇ റൈസ് ടു മൈനസ് ടി ബൈ ടോ എന്ന് പറഞ്ഞാൽ അത് 1 ഇ റൈസ് ടു ടി ബൈ ടോ ആണ്. ടി ടെൻസ് ടു ഇൻഫിനിറ്റി വരുമ്പോൾ ഇ റൈസ് ടു ടി ബൈ ടോ ഇൻഫിനിറ്റി ആവും, 1 ഇൻഫിനിറ്റി 0 ആവും. സോ ഈ ടേം എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ നമുക്ക് വെൻ ടി ടെൻസ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്ററിലെ ഈ സെക്കൻഡ് ടേമും ഈ തേർഡ് ടേമും 0 ആയി പോകും. പിന്നെ ന്യൂമറേറ്ററിൽ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതെന്തായിട്ട് മാറും? വെൻ ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ്പ്രഷൻ 1 ഡിവൈഡഡ് ബൈ 1 ടോ സ്ക്വയർ പ്ലസ് ഒമേഗ 21 സ്ക്വയർ എന്ന് വരും. ഓർ ഇതിനെ എനിക്ക് 1 ടോ സ്ക്വയർ പ്ലസ് ഒമേഗ 21 സ്ക്വയർ ഹോൾ റൈസ് ടു -1 എന്ന് എഴുതാം. ഓക്കെ, 1/xനെ എക്സ് റൈസ് ടു -1 എന്ന് എഴുതുന്ന പോലെ നമ്മൾ ഇതിനെ ഈ രീതിയിലേക്ക് മാറ്റി എഴുതി. അപ്പോൾ ഇപ്പം നമുക്ക് ഇനി ഈ ഒമേഗ 21 എന്ന് പറയുന്ന ടേം എന്താണ്? ഈ ഒമേഗ 21 നമ്മൾ ഇന്നലെ ഒമേഗ IF എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിഫൈൻ ചെയ്തേ? ഒമേഗ IF എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് EI മൈനസ് EF ഡിവൈഡഡ് ബൈ H ബാർ ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ ഒമേഗ 21 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ H ബാർ ആണ്.
അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസിങ് 1 ഇൻ ഇക്വേഷൻ നമ്പർ 11. അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്തറിയാം, E1 അറിയാം, E2 അറിയാം. കാരണം നിങ്ങൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് പ്രോബ്ലം, ഒരു ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ എടുത്താൽ En എന്ന് പറഞ്ഞാൽ n² π² h² ഡിവൈഡഡ് ബൈ 2ma² ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ En അറിയാമെങ്കിൽ n-ന് 2 കൊടുത്താൽ നിങ്ങൾക്ക് E2 കിട്ടും. E2 എന്ന് പറയുന്നത് 4 π² h² ഡിവൈഡഡ് ബൈ 2ma² എന്ന് കിട്ടും. E1 എന്ന് പറയുന്നത് n-ന് പകരം 1 കൊടുക്കും. അപ്പോൾ π² h² ഡിവൈഡഡ് ബൈ 2ma² എന്ന് കിട്ടും. അപ്പോൾ E2 മൈനസ് E1 എത്ര കിട്ടും? 4 π² h² ഡിവൈഡഡ് ബൈ 2ma² മൈനസ് π² h² ഡിവൈഡഡ് ബൈ 2ma² എന്ന് വെച്ചാൽ 3 π² h² ഡിവൈഡഡ് ബൈ 2ma² വരും. അതാണ് E2 മൈനസ് E1. അതിനെ ഒരു h ക്രോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? മേളിലുള്ള 3 π² h² ഒരു h ക്രോസ് പോവും. അപ്പോൾ ഇത് 3 π² h ഡിവൈഡഡ് ബൈ 2ma² എന്ന് കിട്ടും. അതാണ് നമ്മുടെ ω21 എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ PIF എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം എക്സ്പ്രഷൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു PIF? 1/h² ψ2x² ψ1² മോഡ് സ്ക്വയർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിരുന്നു. ഈ ഇൻ്റഗ്രൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഇതൊക്കെ തിരിച്ചിങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ PIF എന്ന് പറയുന്നത് 1/h² ഉണ്ട്. ψ2x² ψ1ൻ്റെ നിങ്ങൾ ψ2x² ψ1 ആണ് കണ്ടുവച്ചിരിക്കുന്നത്, അതിൻ്റെ മോഡ് സ്ക്വയർ ഇത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ ഈ ഇൻ്റഗ്രൽ നിങ്ങളിപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുക, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ PIFൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ. അതായത് PIF എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ഉം 2 ആണ് എടുത്തത്, P12 ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ PIF എന്ന് എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് അത് എന്താക്കി റീപ്ലേസ് ചെയ്യും? P12 എന്ന് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? ഒരു ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ എടുത്തു. ആ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലിലേക്ക് ഒരു ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ അപ്ലൈ ചെയ്തു. അങ്ങനെ പെർട്ടർബേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ സിസ്റ്റം n=1 നിന്നും n=2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടക്കാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. സോ ദ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, സോ സിമിലർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യത്തെ ഒരു പ്രീ റെക്വിസിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ PIFൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് ഡിറൈവ് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് പ്രോബ്ലം ചെയ്യൽ നടക്കില്ല. സോ ആ എക്സ്പ്രഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. നൗ അടുത്ത് നമ്മൾ പറയുന്നത് ഇൻറ്ററാക്ഷൻ ഓഫ് ആറ്റംസ് വിത്ത് റേഡിയേഷൻ ആണ്. അതായത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി is to study the interaction of atomic electrons with an external electromagnetic radiation. ഓക്കെ, അതായത് ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയുടെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻറ്ററാക്ഷൻ ഓഫ് അറ്റോമിക് ഇലക്ട്രോൺ. നിങ്ങൾ ആറ്റത്തിലുള്ള ഇലക്ട്രോണുകളുണ്ട്. ഈ ആറ്റത്തിലുള്ള ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ സ്റ്റഡിയാണ് പ്രധാനപ്പെട്ട ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സച്ച് ആൻ ആപ്ലിക്കേഷൻ റിവീൽസ് എ ഗ്രേറ്റ് ഡീൽ അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം. അങ്ങനെ ഒരു സ്റ്റഡി എന്ന് പറയുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എന്താണ്? അറ്റോമിക് സ്ട്രക്ചർ റിവീൽ ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. For simplicity, we assume that only one atomic electron is involved in the interaction and that the electron spin is neglected. അതായത് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അതായത് ഒരു സിംഗിൾ അറ്റോമിക് ഇലക്ട്രോൺ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന കേസാണ് എടുക്കുന്നത്. അവിടെ ഒരു അപ്രോക്സിമേഷൻ എന്ന് പറയുന്നതാണ് ഇലക്ട്രോണിൻ്റെ സ്പിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, നെഗ്ലക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ആറ്റത്തിൻ്റെ കേസിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി ഹെവിയാണ്, എന്ന് വെച്ചാൽ അത് റസ്റ്റിലായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും എന്നും കൂടി നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. അപ്പോൾ ന്യൂക്ലിയസ് സ്റ്റേഷനറി ആണ്, അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഹെവിയാണ്, സിംഗിൾ ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, അതിൻ്റെ സ്പിന്ന് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ഇലക്ട്രോൺ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു. സോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ പെർട്ടർബേഷൻ, അതായത് നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് നമ്മൾ പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആ അറ്റോമിക് ഇലക്ട്രോണിൻ്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് H0 എന്ന് പറയുന്ന സാധാരണ നമ്മൾ ഹാമിൽട്ടോണിയൻ ഓഫ് ദി അൺപെർട്ടർബഡ് സിസ്റ്റം എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് P² ഡിവൈഡഡ് ബൈ 2ma, P² ബൈ 2ma എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഓപ്പറേറ്റ് പ്ലസ് V0R പൊട്ടൻഷ്യൽ എനർജി ടേം. അപ്പോൾ P എന്ന് പറയുന്നത് ഇവിടെ ലീനിയർ മൊമെൻറ്റമാണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ലീനിയർ മൊമെൻറ്റമാണ് P. me എന്ന് പറയുന്ന മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. V0R എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺ വിത്ത് അതർ ഇലക്ട്രോൺ ആൻഡ് ദ ന്യൂക്ലിയസ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇലക്ട്രോൺ ചിലപ്പോൾ മറ്റ് ഇലക്ട്രോണുകളുമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസുമായിട്ടോ എന്തുണ്ടാവും, ഈ പറഞ്ഞൊരു കുളോംബിക് പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ടേമാണ് V0R എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നൗ ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ
ഓഫ് വെക്ടർ പൊട്ടൻഷ്യൽ എ ഓഫ് ആർ ടി ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഫൈ ഓഫ് ആർ ടി. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഈ വെക്ടർ പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇലക്ട്രോ ഡൈനാമിക്സിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സോ വി ആർ നോട്ട് ഗോയിങ് മച്ച് ഇൻ ടു ഡീറ്റെയിൽ. ഓക്കെ, അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് നമ്മൾ ആ ക്വാണ്ടം മെക്കാനിക്കൽ പെർസ്പെക്റ്റീവിൽ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇതിനി ഓരോ വെക്ടർ പൊട്ടൻഷ്യൽ എന്താണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്നൊന്നും പറയുന്നില്ല. അത് നിങ്ങൾ ഇലക്ട്രോ ഡൈനാമിക്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ പറഞ്ഞ നമ്മളൊരു ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം, നമ്മൾ ആദ്യം സിസ്റ്റം എന്താണെന്ന് എടുത്തു. അത്തരത്തിലൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ വെക്ടർ പൊട്ടൻഷ്യൽ എ ഓഫ് ആർ ടി ആണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഫൈ ഓഫ് ആർ ടി ആണ്. അപ്പോൾ നമുക്ക് ദ ഹാമിൽട്ടോണിയൻ ഡ്യൂ ടു ദ ഇൻ്ററാക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഓഫ് ചാർജ് മൈനസ് ഇ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത സിംഗിൾ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ ഇലക്ട്രോൺ ഈ റേഡിയേഷനുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകാവുന്ന ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് നമുക്ക് ഈ രീതിയിലേക്ക് മാറ്റി എഴുതാം. അതായത് നമ്മൾ മുമ്പേ എഴുതിയ ടേമിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് സം അതർ ടേം കൂടി വന്നു. അതായത് ഇപ്പോഴത്തെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് 1/2me ഇൻറ്റു പി പ്ലസ് ഇ ബൈ സി ഇൻറ്റു എ ഓഫ് ആർ ടി ഹോൾ സ്ക്വയർ മൈനസ് ഇ ഇൻറ്റു ഫൈ ഓഫ് ആർ ടി പ്ലസ് വി സീറോ ആർ. ഇവിടെ നിങ്ങൾ നോക്കി അറിയാം, ആദ്യം നമ്മൾ എഴുതിയതിനകത്ത് പി സ്ക്വയർ ബൈ 2m എന്ന് പറയുന്ന ടേം ആദ്യം ഉണ്ടായിരുന്നു, അതേപോലെ വി സീറോ ആറും ആദ്യം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഇ ഫൈ ഓഫ് ആർ ടി, എ ഓഫ് ആർ ടി ടേമുകൾ എവിടെ വന്നതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഇൻട്രാക്ഷൻ വഴിയായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടേമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പം ഇതൊരു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണല്ലോ, അതിനെ നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് പുറത്ത് കിടക്കുന്ന 1/2me കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ടേം പി സ്ക്വയർ ബൈ 2me വരും. ദെൻ ഈ അവസാനം കിടക്കുന്ന വി സീറോ ആറിനെ നമ്മൾ ഇവിടെ എഴുതി പ്ലസ്. ഇനി അടുത്തത് ഈ ഇ എ ഓഫ് ആർ ടി ബൈ സി എ, ഇ സ്ക്വയർ എ സ്ക്വയർ ആർ ടി ബൈ സി സ്ക്വയർ ഇൻറ്റു 1/2me. അതാണ് ഇ സ്ക്വയർ ബൈ 2me സി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ആർ ടി എന്ന് പറയുന്നത്. പ്ലസ് ഇവിടെ ഒരു 2ab ഉണ്ട്. ആ 2ab എടുക്കുമ്പോൾ 2e ഇൻറ്റു പി ബൈ 2me സി ഡോട്ട് എ ഓഫ് ആർ ടി. അപ്പം ഇത് വെക്ടറുകളാണ്. അപ്പം നിങ്ങൾ വെക്ടർ നൊട്ടേഷൻസ് കൊടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ പി ഡോട്ട് എ ഓഫ് ആർ ടി ആണ് വരിക. ദെൻ ഇവിടെ മൈനസ് ഇ ഫൈ ഓഫ് ആർ ടി വരും. അപ്പോൾ നമുക്ക് ഹാമിൽട്ടോണിയൻ ഇങ്ങനെ കിട്ടും. ഇതിൽ നിങ്ങൾക്കറിയാം ഈ ടേം എന്തായിരുന്നു? ഇത് നമ്മുടെ H0 ആയിരുന്നു, അതായത് പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള ഹാമിൽട്ടോണിയൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ എച്ചിനെ എങ്ങനെ എഴുതാം? H0 ആദ്യത്തെ രണ്ട് ടേമിനെ ഒന്നിച്ച് H0 മൈനസ് ഇ ഫൈ ഓഫ് ആർ ടി പ്ലസ് ഇവിടെ ഈ ടേമിൽ നിങ്ങൾ ഈ 2ഉം കൂടെ ക്യാൻസൽ ആയി കളയും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെ ഇ സ്ക്വയർ ബൈ 2me സി സ്ക്വയർ എ സ്ക്വയർ ആർ ടി, ഇവിടെ ഇ ബൈ me സി പി ഡോട്ട് എ ഓഫ് ആർ ടി എന്ന് കിട്ടും. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? H ഈസ് ഈക്വൽ ടു H0 മൈനസ് ഇ ഫൈ ഓഫ് ആർ ടി പ്ലസ് ഇ ബൈ എം സി ഇൻറ്റു ഈ പി ഡോട്ട് എ ഓഫ് ആർ ടി. ഓക്കെ, ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത് പറയാം. നമുക്ക് പി ഡോട്ട് എ ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയാം ഇതൊക്കെ എന്താണ്? ഓപ്പറേറ്ററുകളുമാണ്, അതേപോലെ വെക്ടറുകളുമാണ്. അപ്പോൾ നമ്മൾ പി ഡോട്ട് എ കാണാൻ ഞാൻ പി ഡോട്ട് എ ഒരു വേവ് ഫംഗ്ഷൻ സൈ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ പി ഡോട്ട് എ സൈ എത്രയാണെന്ന് നോക്കുന്നു. നമുക്കറിയാം മൊമെൻറ്റം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അത് മൈനസ് എച്ച് ക്രോസ് ഡെൽ ആണ്. അപ്പോൾ ഇതിനെ പിക്ക് പകരം മൈനസ് എച്ച് ക്രോസ് ഡെൽ ഡോട്ട് ഇവിടെ എ സൈ എന്ന് വരും. അപ്പോൾ ഇത് ഡെൽ ഡോട്ട് എ സൈ വരും. ഡെൽ ഡോട്ട് എ സൈ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും? ഡെൽ ഡോട്ട് എ സൈ എന്ന് പറഞ്ഞാൽ എ ഡെൽ സൈ പ്ലസ് സൈ ഡെൽ ഡോട്ട് എ എന്ന് വരും. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൈനസ് എച്ച് ക്രോസ്, ഈ മൈനസ് എച്ച് ക്രോസ് ഇവിടെ ഉണ്ട്. ദെൻ ഡെൽ ഡോട്ട് എ സൈ എടുക്കുമ്പോൾ എ ഡോട്ട് ഡെൽ സൈ, അതാണ് ഫസ്റ്റ് ടേം. പ്ലസ് രണ്ടാമത്തെ ടേം വരുമ്പോൾ വീണ്ടും മൈനസ് എച്ച് ക്രോസ് ഡെൽ ഡോട്ട് എ സൈ എടുക്കുമ്പോൾ അവിടെ സൈ ഇൻറ്റു ഡെൽ ഡോട്ട് എ. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റൂൾ വെച്ച് ഇതിനെ രണ്ടായിട്ട് നമ്മൾ ചെയ്തു. ഓക്കെ, പ്രോഡക്റ്റ് റൂൾ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും നോക്കാം. അപ്പോൾ ഇവിടെ വീണ്ടും ഇത് എ ഡോട്ട് മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് പി ആണ്. അപ്പോൾ നമുക്കിതിനെ എ ഡോട്ട് പി സൈ എന്ന് എഴുതാം. ഓക്കെ, ഈ ടേമിനെ എ ഡോട്ട് പി സൈ. രണ്ടാമത്തെ ടേമോ മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ എന്ന് പറഞ്ഞാൽ പി ആണ്. പി ഡോട്ട് എ സൈ, അതായത് മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ ഡോട്ട് എ സൈ എന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തെ ടേമിനെ ഈ ടേമിനെ നമ്മൾ എ ഡോട്ട് പി എന്നും രണ്ടാമത്തെ ടേമിനെ മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ ഡോട്ട് എ സൈ എന്നും എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് എന്തായിരുന്നു? പി ഡോട്ട് എ ആണ് നമ്മൾ ചെയ്തത്. ഇവിടെ ഇപ്പോൾ സൈ ഉണ്ട് കോമൺ ആയിട്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ടിനകത്തുനിന്ന് സൈയെ ഒഴിവാക്കിയാൽ ഇവിടുത്തെ സൈയും കൂടെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പി ഡോട്ട് എ കിട്ടും. പി ഡോട്ട് എ എന്ന് പറഞ്ഞ് എ ഡോട്ട് പി മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ ഡോട്ട് എ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പി ഡോട്ട് എയ്ക്ക് പകരം എ ഡോട്ട് പി മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ ഡോട്ട് എ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇവിടെ എ ഡോട്ട് പി ആണുള്ളത്. ഓക്കെ, അപ്പോൾ അതല്ല, ഇവിടെ ഇത് പി ഡോട്ട് എ ഉണ്ടല്ലോ, ഈ പി ഡോട്ട് എയ്ക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? എ ഡോട്ട് പി മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ ഡോട്ട് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ടേം കിട്ടും.
അപ്പോൾ എന്തായി, ഇവിടെ പി ഡോട്ട് എ ആയിരുന്നത് ഇവിടെ വന്നപ്പോൾ എ ഡോട്ട് പി മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ ഡോട്ട് എ എന്നായി. അങ്ങനെയാണ് ഈ ടേം ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ നമുക്ക് കിട്ടും. നൗ നമ്മൾ പറയുകയാണ് ഫോർ റേഡിയേഷൻ വിത്ത് നോ ഇലക്ട്രോസ്റ്റാറ്റിക് സോഴ്സ്. ഇപ്പോൾ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് സോഴ്സ് ഇല്ല എന്ന് വിചാരിക്കുക, നമുക്ക് പ്രത്യേകിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് സോഴ്സുകളൊന്നും പറയാനില്ല. അങ്ങനെയുള്ള റേഡിയേഷൻ ആണെങ്കിൽ അവിടെ ഫൈ ഓഫ് ആർ ടി 0 ആയിരിക്കും. എന്തായിരുന്നു ഫൈ ഓഫ് ആർ ടി എന്ന് പറയുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇഫ് ദർ ഇസ് നോ ഇലക്ട്രോസ്റ്റാറ്റിക് സോഴ്സ് ദെൻ ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വിൽ ബി 0. അപ്പോൾ ഫൈ ഓഫ് ആർ ടി 0 വരും. അതേപോലെ നിങ്ങൾ ലോറൻസ് ഗേജും കുളോംബ് ഗേജൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുളോംബ് ഗേജ് എന്ന് പറയുന്നത് എൻ്റെ കണ്ടീഷൻ ഇതാണ്, ഡെൽ ഡോട്ട് എ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇഫ് യു ആർ കൺസിഡറിങ് എ കുളോംബ് ഗേജ് ദെൻ ഡെൽ ഡോട്ട് എ ഈസ് ഈക്വൽ ടു 0 ആണ്. അതേപോലെ ഫൈ ഓഫ് ആർ ടിയും 0 വന്നു. അപ്പോൾ ഇങ്ങനെ, അതായത് ഈ ടേം ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് എച്ചിൻ്റെ ലാസ്റ്റ് പറഞ്ഞ എക്സ്പ്രഷൻ ഇതാണ്. ഇഫ് യു ഹാവ് നോ ഇലക്ട്രോസ്റ്റാറ്റിക് സോഴ്സ് ഫൈ ഓഫ് ആർ ടി 0 ആവും, എന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ടേം മൊത്തത്തിൽ 0 ആവും. അതേപോലെ നമ്മൾ പറഞ്ഞു ഡെൽ ഡോട്ട് എ എവിടെ എന്തായി പോകും? കുളോംബ് ഗേജ് ആണ് എടുക്കുന്നതെങ്കിൽ ഡെൽ ഡോട്ട് എ 0 ആവും, എന്ന് വെച്ചാൽ ഈ ടേം എന്തായി പോകും? 0 ആവും. ഇനി നമ്മൾ ഈ എ സ്ക്വയർ ആർ ടി, എ ഓഫ് ആർ ടി എന്ന് പറയുന്നത് അറിയാം, എ സ്ക്വയർ ആർ ടി എടുക്കുന്നു. ഈ ടേമിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ അപ്രോക്സിമേഷൻസ് ആണ്, നമുക്കിത് കുറച്ചുകൂടി ഈസി ആയിട്ട് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില അപ്രോക്സിമേഷൻസ് എടുക്കുകയാണ്. അപ്പോൾ അപ്രോക്സിമേഷൻ്റെ ഭാഗമായിട്ട് എ സ്ക്വയർ ആർ ടി ടേമിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ടേം മൊത്തത്തിൽ പോയി, ഈ ഫൈ ഓഫ് ആർ ടി പോയി, ഇതിനകത്ത് ഈ എന്ത് പോയി? ഡെൽ ഡോട്ട് എ പോയി, ഡെൽ ഡോട്ട് എ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ടേമുകളൊക്കെ കൂടി നമുക്ക് എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഹാമിൽട്ടോണിയൻ ഇങ്ങനെ വരും, എച്ച് ഈസ് ഈക്വൽ ടു H0 പ്ലസ് ഇ ബൈ എം സി ഇൻറ്റു എ ഡോട്ട് പി എന്ന് വരും, ഈസ് ഈക്വൽ ടു H0 പ്ലസ് വി ഓഫ് ടി. അപ്പോൾ ഇതാണ് നമ്മുടെ വി ഓഫ് ടി എന്ന് പറയുന്നത്. അതായത് എന്താണ് നമ്മൾ ഇവിടേക്ക് അപ്ലൈ ചെയ്യുന്ന അഡീഷണൽ പെർട്ടർബേഷൻ എന്ന് പറയുന്നത് സിംപ്ലിഫൈഡ് ഫോമിൽ നമുക്ക് ഇ ബൈ എം ഇ സി ഇൻറ്റു എ ഡോട്ട് പി ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഈ സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ എന്താണെന്ന് കിട്ടി. അതായത് നമ്മൾ പറയുന്നത് ഇൻട്രാക്ഷൻ ഓഫ് ആറ്റം വിത്ത് റേഡിയേഷനാണ്. അതായത് ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്തു, അതിലൊരു സിംഗിൾ ഇലക്ട്രോൺ ആണെന്ന് വിചാരിച്ചു, ന്യൂക്ലിയസ് ഹെവി ആണ്, അതുകൊണ്ട് ന്യൂക്ലിയസ് റെസ്റ്റിലാണ്. അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ നമ്മൾ H0 എന്ന് പറയുന്ന പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള ഹാമിൽട്ടോണിയൻ എഴുതി. അതിനുശേഷം നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആ ഹാമിൽട്ടോണിയൻ ഉണ്ടാകാവുന്ന ഡിഫറൻസ് നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അതേപോലെ തന്നെ സ്കെയിലാർ പൊട്ടൻഷ്യലൊക്കെ ടേമിൽ നമ്മൾ പുതിയ ഹാമിൽട്ടോണിയൻ എഴുതി. അവിടെ നമ്മൾ ചില അപ്രോക്സിമേഷൻസ്, കുളോംബ് ഗേജിൻ്റെ കേസ് അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് സോഴ്സ് ആബ്സെൻ്റ് ആണെന്നുള്ള കേസൊക്കെ ചില അപ്രോക്സിമേഷൻസ് ഉപയോഗിച്ച് നമ്മൾ ഹാമിൽട്ടോണിയൻ ഈ രീതിയിൽ എഴുതി. ഇനി നമുക്ക് ഇങ്ങനെ ഹാമിൽട്ടോണിയൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഏതിലേക്ക് പോവാം? ഇനി ഈ സിസ്റ്റത്തിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ട്രാൻസിഷൻ റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ വി ഓഫ് ടി അപ്പോൾ എന്താണ്? ഇ ബൈ എം ഇ സി ഇൻറ്റു എ ഡോട്ട് പി ആണ്. അപ്പോൾ ദിസ് ടേം വിച്ച് ഗീവ്സ് ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ ആൻഡ് ദ റേഡിയേഷൻ, അതായത് ഈ ടേമാണ്, ഈ വി ഓഫ് ടി എന്ന് പറയുന്ന ടേമാണ് എന്ത് സൂചിപ്പിക്കുന്നത്? ഈ ഇലക്ട്രോണും അതുപോലെ റേഡിയേഷനും തമ്മിലുള്ള ഇൻറ്ററാക്ഷനെ സൂചിപ്പിക്കുന്ന ടേമാണ് വി ഓഫ് ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി അപ്ലൈ ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന്, ഹാമിൽട്ടോണിയനെ നമുക്ക് H ഈസ് ഈക്വൽ ടു H0 പ്ലസ് വി ഓഫ് ടി എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റണം. അതേപോലെ വി ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വെരി മച്ച് ലെസ് ദാൻ H0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദിസ് ടേം വിച്ച് ഗീവ്സ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് ദ റേഡിയേഷൻ ഈ സ്മോൾ ഇനഫ് കമ്പയർഡ് ടു H0 ടു ബി ട്രീറ്റഡ് ബൈ പെർട്ടർബേഷൻ തിയറി. Now, we are going to use perturbation theory to study the effect of V of T on the atom. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതാണ് ഈ പറഞ്ഞ V of T എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഈ ആറ്റത്തിൽ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് സ്റ്റഡി ചെയ്യുന്നത്. ഇൻ പർട്ടിക്കുലർ വി വിൽ ഫോക്കസ് ഓൺ ദ ട്രാൻസിഷൻസ് ദാറ്റ് ആർ ഇൻഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് പെർട്ടർബേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു പെർട്ടർബേഷൻ നമ്മളിങ്ങനെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ കൊണ്ട് ഈ ആറ്റത്തിലേക്ക് ഒരു പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുന്നു. ആ പെർട്ടർബേഷൻ കൊണ്ട് ഈ അറ്റോമിക് ലെവലുകളിൽ എന്ത് സംഭവിക്കും? ട്രാൻസിഷൻസ് സംഭവിക്കും. അപ്പോൾ ആ ട്രാൻസിഷൻസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അറ്റ് ദിസ് ലെവൽ വി കനോട്ട് പ്രൊസീഡ് ഫർദർ വിത്തൗട്ട് കാൽക്കുലേറ്റിംഗ് എ ഓഫ് ആർ ടി. അപ്പോൾ നമുക്കിപ്പോൾ ഇനി പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തറിയണം? നമ്മൾ ഈ പറഞ്ഞ എ ഓഫ് ആർ ടി അറിയണം. കാരണം നമ്മുടെ വി ഓഫ് ടിക്കകത്ത് ഈ എ എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. ദിസ് ഇസ് എ ഓഫ് ആർ ടി, സ്കെലാർ പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് ഈ എ ഓഫ് ആർ ടി അറിയണം. ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എ ഓഫ് ആർ ടി സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ for the sake of completeness we are going to determine A of RT in two different ways. നമ്മൾ രണ്ട് രീതിയിൽ ഈ A of RT കാണും. ഒന്ന് ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ചും മറ്റൊന്ന് ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിച്ചും. ഓക്കെ, അതാണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ച് എ ഓഫ് ആർ ടി കണ്ടുപിടിക്കുന്നു. ആ എ ഓഫ് ആർ ടി നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ട് നമ്മുടെ ഹാമിൽട്ടോണിയൻ എഴുതുന്നു. ആ ഹാമിൽട്ടോണിയൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ കാണുന്നു. വീണ്ടും നമ്മൾ അതിനപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ കൺക്ലൂഷൻ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ വി വിൽ പ്രൊസീഡ് ടു ക്വാണ്ടം ഫിസിക്സ്. യൂസിങ് ക്വാണ്ടം ഫിസിക്സ് വി വിൽ ഫൈൻഡ് ദിസ് എ ഓഫ് ആർ ടി
പിന്നെ നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സിൽ എങ്ങനെ പ്രൊസീഡ് ചെയ്തു അതേപോലെ പ്രൊസീഡ് ചെയ്യും. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം വരിക, അതാണ് നമ്മൾ ഇനി നമ്മുടെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക് യു.